അപ്പനെ ഇറക്കിയല്ലോ. ഇപ്പോൾ സിറിയയിലെ സ്ഥിതിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊരു കൽപ്പന ശ്രേഷ്ഠഭാവ എന്താ ഇറക്കാത്തത്? ജനങ്ങൾ അറിയും അവിടുത്തെ സ്ഥിതി. അതുകൊണ്ടാണ് തിരുവചനം എന്തു പറയുന്നു? ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുന്നവൻ, നിങ്ങൾക്ക് പറയാമോ ബാക്കി? തന്നെത്താൻ നശിക്കും. ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുന്നവൻ തന്നെത്താൻ നശിക്കും. നമ്മുടെ കണ്ണിൻ മുമ്പിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, പണത്തിന് വേണ്ടി പൗരോഹിത്യം വിൽക്കുന്ന ഏക സഭ. കട്ട് കുർബാന ചെല്ലുന്ന ഏക സഭ. കട്ട് മാങ്ങ പറിച്ചെന്നും കട്ട് അണ്ടി പറിച്ചെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കട്ട് കുർബാനയില്ലയോ? എന്തൊരു സ്ഥിതിയാണ് ഇത്! നമുക്ക് അത്തരത്തിലെ പ്രവർത്തനങ്ങൾ കണ്ടു വേദനിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ആളുകളെയും ഈ കാര്യത്തെക്കുറിച്ച് നാം ബോധ്യമാക്കാൻ കടപ്പെട്ടവരാണ്. ബലപ്രയോഗം ഓർത്തഡോക്സ് സഭയുടെ മാർഗമല്ല. നിയമരഹിതമായ പ്രവർത്തനം ഓർത്തഡോക്സ് സഭയ്ക്കില്ല. ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ ചുമതലയാണ് എനിക്കുള്ളതെന്ന് ഞാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആലുവ തൃക്കുന്നത്ത് സെമിനാരിയായിരുന്നു പാത്രിയർക്കീസ് കക്ഷിയുടെ ആസ്ഥാനം. പാത്രിയർക്കീസ് വിഭാഗത്തിൻ്റെ മലങ്കര മെത്രാപ്പൊലീത്ത തൻ്റെ ആസ്ഥാനമാക്കി വെച്ചിരുന്നത് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയാണ്. അവിടെ പാത്രിയർക്കീസ് പക്ഷത്തുണ്ടായിരുന്ന 3 തിരുമേനിമാരും തെയോഫിലസ് തിരുമേനി ഉൾപ്പെടെ 4 തിരുമേനിമാർ കബറടങ്ങിയിരിക്കുന്നു. 6.5 ഏക്കർ സ്ഥലം ആലുവ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തൃക്കുന്നത്ത് സെമിനാരിക്കുണ്ട്. ഇത് പാത്രിയർക്കീസ് പക്ഷം കൈവശം വെച്ചിരുന്നു. ദൈവം നമുക്കത് തന്നു. എങ്ങനെ തന്നു? 58 സഭ ഒന്നായി. 66 അവിടുത്തെ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന എനിക്ക് പട്ടം തന്ന ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഫിലിപ്പോസ് മാർ തെയോഫിലസ് തിരുമേനിയെ, കോലഞ്ചേരിയിൽ വെച്ച് വാഴിച്ച തിരുമേനിയെ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനത്ത് തൃക്കുന്നത്ത് സെമിനാരിയിൽ അദ്ദേഹത്തെ ചുമതലയേൽപ്പിച്ചു. അങ്ങനെ ഒരാളല്ലായിരുന്നു എങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? തൃക്കുന്നത്ത് സെമിനാരിയും ആ സഭാ സ്വത്തുക്കളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഔഗൻ തിരുമേനി കഷ്ടപ്പെട്ട് പണിതാണ് മൂവാറ്റുപുഴ അരമന. അത് പൗലോസ് പീലക്സിനോസ് തിരുമേനി കാതോലിക്കാവുന്നതിന് മുമ്പ് തന്നെ കണ്ടനാട് ഭദ്രാസനം മെത്രാപ്പൊലീത്തയായിട്ട് അവിടെ ഇരുന്നു. അദ്ദേഹം കാതോലിക്കായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമാക്കി. അത് നമ്മുടെ സഭയിൽ നിന്ന് ഒതുക്കിയെടുത്തു. ദൈവം പ്രവർത്തിച്ചു. പൗലോസ് പീലക്സിനോസ് തിരുമേനി കാതോലിക്കായി കഴിഞ്ഞതിന് ശേഷം പ്രമാടം ദേറായിലേക്ക് മാറേണ്ടി വന്നു. അവർ തന്നെ മാറ്റി, കഷ്ടപ്പെട്ട് മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി അവിടെ ചുമതലയേറ്റു. തിരുമേനി ഓർത്തഡോക്സ് പക്ഷത്തേക്ക് മാറി. അരമനയും ഓർത്തഡോക്സ് പക്ഷത്തിന് കിട്ടി. ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കല്പം ക്ഷമ വേണം. പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ വടക്ക് എൻ്റെ ഇടവകയിലും എൻ്റെ ആളുകളുടെ ബന്ധുക്കളുടെ ഇടയിലുമൊക്കെ വളരെ അപഹസിക്കപ്പെട്ടിട്ടുള്ളവനാണ്. ഇപ്പോഴും അപഹസിക്കപ്പെടുന്നവനാണ്. സ്വന്തക്കാരുടെ കല്യാണമുണ്ടായാൽ പോകാൻ വയ്യ, ശവാടക്കുണ്ടെങ്കിൽ പോകാൻ പാടില്ല, ഒരു പള്ളിയിൽ പോയി എനിക്ക് സഹകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഞാൻ സത്യത്തിൽ നിൽക്കുന്നു. അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് എന്തു വേണം? അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ ഒന്ന് കുറയെ, ബാക്കി കാര്യം പറയാമോ? ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. അപ്പോസ്തലൻ പീഡിപ്പിക്കപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ വായിക്കണം. 50 അടിയിൽ കൂടുതൽ ഒരാളെ അടിക്കാൻ പാടില്ല ചാട്ടവാറിന്. 49 നിർത്തും. പിന്നെയും കുറേ കഴിയുമ്പോൾ അടിക്കും. 49 നിർത്തും. വീണ്ടും കൊടുക്കും 49. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഒന്ന് കുറയെ 49 അടി, അതായത് 50 അടി 5 വട്ടം കൊണ്ടവനാണ് ഞാൻ. ഇടയനാലച്ചൻ എന്നാ കൊണ്ടത്? എൻ്റെ കർത്താവിന് വേണ്ടി താൻ
വിശ്വസിച്ചിരുന്ന, ശൗലായിരുന്നപ്പോൾ മനസ്സിലാക്കിയിരുന്ന ആ വിശ്വാസ സത്യങ്ങളിൽ നിന്ന് കർത്താവിനെ തിരിച്ചറിഞ്ഞ് പൗലോസായി വന്നതിൻ്റെ പേരിൽ അനുഭവിച്ച പീഡനങ്ങൾ നോക്കുമ്പോൾ, കഴുത്ത് വെട്ടി കൊല ചെയ്യപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വന്ന വേദനകൾ ഓർക്കുമ്പോൾ ബലഹീനായി ഞാനൊക്കെ എന്ത് സഹിച്ചു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നെങ്കിൽ ആ സഹനം എന്ത് നിസ്സാരമാണ്. അതുകൊണ്ട് പണം പോകട്ടെ, പേര് പോകട്ടെ, പ്രശസ്തി പോകട്ടെ, സത്യത്തിന് വേണ്ടി നിൽക്കുക. സത്യമേ വിജയിക്കൂ, സത്യം മാത്രമേ വിജയിക്കൂ. നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയം ചോദിക്കാൻ നിങ്ങൾ ചോദിക്കാം. ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിക്കാം. തൃക്കുന്നത്ത് സെമിനാരിയുടെ ആദ്യം മുതലുള്ള പൊസിഷൻ പറയാം, ഇപ്പോഴത്തെ മാത്രമല്ല. തൃക്കുന്നത്ത് സെമിനാരി 1888 പണി തീർത്തതാണ്. അന്ന് ഈ സഭ ഒന്നാണ്. സഭയിൽ ഭിന്നത തുടങ്ങിയത്, ഡേറ്റ് മറക്കല്ലേ, 1912. അപ്പോൾ 88 സഭ ഒന്നായിരിക്കുന്ന സഭ, ഒന്നായിരിക്കുന്ന സഭാമക്കൾ, മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ സംഭാവന കൊടുത്ത് അന്ന് ആരംഭിച്ചതാണ് തൃക്കുന്നത്ത് സെമിനാരി. അതുപോലുള്ള മറ്റൊന്നാണ് പഴയ സെമിനാരി. കേസ് ആരംഭിച്ചപ്പോൾ പാത്രിയർക്കീസ് പക്ഷത്തായി തൃക്കുന്നത്തുണ്ടായിരുന്ന തിരുമേനി, കേസ് ആരംഭിച്ചപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്തായിരുന്നു പഴയ സെമിനാരിയിലെ ഭരണാധികാരികൾ. അതുകൊണ്ട് കേസിൻ്റെ വിധി വരെ രണ്ടുപേരും അവരവരുടെ കയ്യിലുള്ളത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ സ്വത്ത് ആരുടെയാ? മലങ്കര സഭയുടെ പൊതു സ്വത്ത്. ഇപ്പോൾ പാത്രിയർക്കീസ് പക്ഷം കയ്യിൽ വെച്ചതുകൊണ്ട് പാത്രിയർക്കീസ് പക്ഷത്തിൻ്റെ ആകുമോ? ഇല്ല. ഓർത്തഡോക്സ് പക്ഷം കൈവശത്ത് വെച്ച പഴയ സെമിനാരി ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ ആകുമോ? ആവില്ല. പിന്നെ എങ്ങനെയായി? കോടതിയിൽ നിന്ന് കേസ് വിധിയായി കഴിഞ്ഞ സഭ ഒന്നായി. എല്ലാവരും കാതോലിക്കേറ്റിനെ അംഗീകരിച്ച് കാതോലിക്ക മലങ്കര മെത്രാപ്പൊലീത്തയുടെ കീഴിൽ വന്നു. അങ്ങനെ ഒന്നായി നിന്ന സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ തൃക്കുന്നത്ത് സെമിനാരി 1958 വീണ്ടും കുറേ കാലം കൈവശം വെച്ചുകൊണ്ടിരുന്ന പാത്രിയർക്കീസ് പക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് സഭയുടെ പൊതു സ്വത്തായി തീർന്നു. ഇപ്പോഴത്തെ സ്ഥിതി പറയാം. 58 സഭ യോജിച്ചതിനെ തുടർന്ന് തൃക്കുന്നത്ത് സെമിനാരിയും സഭയുടെ പൊതുസ്വത്തായി മലങ്കര മെത്രാപ്പൊലീത്തായുടെ മേൽനോട്ടത്തിലായി. അങ്ങനെ ഇരിക്കെ 1966 അവിടെ ഉണ്ടായിരുന്ന പാത്രിയർക്കീസ് കക്ഷിയിൽ നിന്ന് കാതോലിക്കേറ്റിനെ അംഗീകരിച്ച് വന്ന വയലിപ്പറമ്പിൽ ഗ്രിഗോറിയോസ് തിരുമേനി ഹാർട്ട് അറ്റാക്ക് മൂലം കാലം ചെയ്തു. കാതോലിക്ക ബാബ തിരുമേനി ഭദ്രാസന ഭരണം ഏറ്റെടുത്തു. കോലഞ്ചേരിയിൽ വെച്ച് 3 പേരെ പുതിയതായി വാഴിച്ചു. കാതോലിക്ക ബാബ അത് 67. ഔഗൻ തിരുമേനി വാഴിച്ചു, അറിയാലോ. തെയോഫിലസ് തിരുമേനി, ഇപ്പോഴത്തെ കാതോലിക്ക, അതായത് ദിദിമോസ് ബാവ, വലിയ ബാവ, യൂഹാനോൻ മോർ, സേവേറിയസ് തിരുമേനി കാലം ചെയ്ത കൊച്ചി ഭദ്രാസനത്തിൽ ഈ 3 പേരെ വാഴിച്ചു. അതിൽ തെയോഫിലസ് തിരുമേനിയെ അങ്കമാലി ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്തയായി നിയമിച്ചു. 1967. 70 പാത്രിയർക്കീസ് ബാവായുടെ 203 നമ്പർ കൽപ്പന വന്നു. 74 ആയപ്പോഴേക്കും പാരലൽ മെത്രാപ്പൊലീത്തമാരെ വാഴിച്ചയച്ചു. അങ്ങനെ അങ്കമാലി ഭദ്രാസനത്തിലും സഭ പൊതുവേയും പ്രശ്നങ്ങൾ ആരംഭിച്ചു. തെയോഫിലസ് തിരുമേനിയുടെ കാറ് കത്തിച്ച് പീഡിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിടാനൊക്കെ ശ്രമിച്ചെങ്കിലും തിരുമേനിയും ഒക്കെ അവിടെ തന്നെ താമസിച്ചു. 79 ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ പള്ളിയിൽ പോലീസ് അവിടെ തർക്കമുണ്ടെന്ന കാരണം പറഞ്ഞ് നമ്മൾ കയറാതിരിക്കാൻ പള്ളി തുറക്കാൻ സമ്മതിക്കാതിരിക്കുന്നു. താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. 144 145 145 പറഞ്ഞാൽ കസ്റ്റഡി എടുക്കുന്നത്. താക്കോൽ നമ്മുടെ കയ്യിലാണ്. പക്ഷെ ക്രമസമാധാനത്തിൻ്റെ പേര് പറഞ്ഞ് പോലീസ് തുറക്കാൻ സമ്മതിക്കുന്നില്ല. കബറിടം അവിടെ സ്ഥിതി ചെയ്യുന്നിടത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ധൂവപ്രാർത്ഥന നടക്കുന്നു. അരമനയ്ക്കൊരു ചാപ്പലുണ്ട്. അരമനയോട് ചേർന്ന് അവിടെ ആരാധന നടക്കുന്നു. ഒരു ഞായറാഴ്ച ഏറ്റവും ചുരുങ്ങിയത് 300-നും 350-നും ഇടയ്ക്ക് ആളുകൾ ആരാധനയിൽ പങ്കെടുക്കുന്നു.
പാത്രിയർക്കീസ് കക്ഷിയേക്കാൾ കൂടുതൽ ആളുകൾ നമുക്കുണ്ട്. പക്ഷേ ഓർത്തഡോക്സുകാർ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ പിന്നെ അവിടേക്ക് വരിക പോലും ചെയ്യില്ല. അത്രയ്ക്കും അവർ മാന്യതയും അച്ചടക്കവും പാലിക്കുന്ന ഭയപ്പാടുള്ളവരാണ്. അതായത് മസില് പിടിക്കുക എന്നുള്ളത് നമ്മുടെ മാർഗമല്ല. ഇതിനിടയിൽ ഭരണകർത്താക്കളെ സ്വാധീനിച്ച് 12 കൊല്ലക്കാലത്തോളം തൃക്കുന്നത്ത് സെമിനാരിയുടെ കരമടയ്ക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഞാൻ മാനേജരായും വികാരിയായും ബാവ തിരുമേനി എന്നെ ചുമതലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കളക്ട്രേറ്റിനെ സമീപിച്ച് ഇപ്പോൾ 5 വർഷമായി ടാക്സ് നാം അടച്ചുകൊണ്ടിരിക്കുന്നു. 12 കൊല്ലത്തെ ടാക്സ് ഒരുമിച്ച് അടച്ചു. കരം തീർക്കുന്നത് നമ്മൾ, റബ്ബർ വെട്ടുന്നത് നമ്മൾ, ഭണ്ണാരം എടുക്കുന്നത് നമ്മൾ. അവിടുത്തെ എല്ലാ ചുമതലകളും നമ്മൾ നിർവഹിക്കുന്നു. അവിടെ തിരുമനസ്സുകൊണ്ട് പോളികാർപ്പസ് തിരുമേനിയും ആളുകളും താമസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ആലുവ തൃക്കുന്നത്ത് സെമിനാരിൽ വരണം. വലിയ പേടിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് എന്നും താമസിക്കാമെങ്കിൽ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒന്നും വരാൻ പാടില്ലേ. അവിടെ ശവം അടക്കുന്നതിന് പാത്രിയർക്കീസ് വിഭാഗത്തെ അനുവദിച്ചിട്ടുണ്ട്, വൈദികരെ കൂടാതെ. എന്നാൽ ജോയി എന്ന് പറയുന്ന ഒരു പാത്രിയർക്കീസുകാരൻ കളക്ടർ അവിടെ ഇരുന്നപ്പോൾ 2 ഭാഗത്തെ അച്ഛന്മാർ കയറുന്നു. പാത്രിയർക്കീസ് കക്ഷിയിലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നാൽ ചെയ്യാവുന്ന എല്ലാ വൃത്തിയുടെ അവർ ചെയ്യും. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായാൽ പോലും ചെയ്യേണ്ടതും ചെയ്യൂല. ഇതാണ് ഓർത്തഡോക്സുകാരും പാത്രിയർക്കീസുകാരും തമ്മിലുള്ള വ്യത്യാസം. ഒരു IAS പാത്രിയർക്കീസ് കക്ഷിയിലുണ്ടെങ്കിൽ അവന് ചെയ്യാവുന്ന സകല ഉപദ്രവം ചെയ്തു തരും. മുഖ്യമന്ത്രി നമുക്കുണ്ടായാൽ പോലും എല്ലാം ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് പറയും. ഇനി എന്തെങ്കിലും ഉണ്ടോ സംശയം? പറഞ്ഞില്ല. എന്തായിരുന്നത്? വട്ടിപ്പണം മലങ്കര സഭയുടെ ആത്മീക ആവശ്യങ്ങൾക്കും ഉയർച്ചയ്ക്കും വേണ്ടി സംഭാവനയായി ലഭിച്ച 3000 പൂവരാഹനാണ് വട്ടിപ്പണം എന്ന പേരിൽ അറിയുന്നത്. അത് വട്ടിക്കിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ പലിശക്കിട്ടിരിക്കുന്നു എന്നർത്ഥം. ആ തുക അന്ന് വലുതാണ്. ഇപ്പോൾ അതിന് കിട്ടുന്ന പലിശ ഒരു വർഷം 10,000 രൂപയിൽ താഴെയേ ഉള്ളൂ. 8% ഒക്കെയാണ്. ഈ വട്ടിപ്പണത്തിൻ്റെ പലിശ 2 മലങ്കര മെത്രാപ്പൊലീത്തമാർ, ഒന്ന് പാത്രിയർക്കീസിൻ്റെ കൂറിലോസ് എന്ന് പറയുന്ന മലങ്കര മെത്രാപ്പൊലീത്തായും വട്ടശ്ശേരി തിരുമേനിയും 2 പേരുണ്ടായിക്കഴിഞ്ഞപ്പോൾ, 2 പാത്രിയർക്കീസന്മാരുടെ പ്രതിനിധിയിലുണ്ടായിക്കഴിഞ്ഞപ്പോൾ വട്ടിപ്പണത്തിൻ്റെ പലിശ മേടിക്കാനുള്ള അവകാശം ഇതിൽ ആർക്കാണ് എന്ന് സ്ഥാപിച്ചാൽ ആളാണല്ലോ സഭയുടെ ചുമതലക്കാരൻ. അതുകൊണ്ട് വട്ടിപ്പണത്തിൻ്റെ പലിശയ്ക്ക് വേണ്ടി കേസ് കൊടുത്തത് പാത്രിയർക്കീസ് കക്ഷി, തോറ്റതും പാത്രിയർക്കീസ് കക്ഷി. വട്ടിപ്പണത്തിൻ്റെ പലിശ കാതോലിക്ക ബാവയ്ക്ക് കിട്ടി. കോടതി ചെലവ് 3899 രൂപ 60 പൈസയും കിട്ടി. അതാണ് വട്ടിപ്പണത്തിൻ്റെ കേസിൽ പാത്രിയർക്കീസ് കക്ഷിക്കുണ്ടായ നേട്ടം. പലിശ വാങ്ങിക്കുന്നത് സഭയ്ക്ക് 2 കൂട്ടർക്ക് ശരിയായിട്ടുള്ളതാണ്. കേസ് നടത്തി പൈസ ചെലവാക്കാം അല്ലേ? അത് സഭയ്ക്ക് പറ്റിയതാണ്. ഇത് പോർച്ചുഗീസുകാർ ഇത് സംബന്ധിച്ച് വലിയ തർക്കമുണ്ട്. ഇവിടെ അദ്ദേഹത്തെ പാത്രിയർക്കീസ് ഒന്നായിരുന്നില്ല, ഒരു മെത്രാനായിരുന്നു പറയുന്നു. പാത്രിയർക്കീസ് എന്തുവാകട്ടെ ഇവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല, ഗോവയ്ക്ക് തിരിച്ചയച്ചു എന്നുള്ളൊരു വേർഷനുണ്ട്. കടലിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്ന് ഒരു കിംവദന്തി പ്രചരിപ്പിച്ചു എന്നും കേൾക്കുന്നുണ്ട്. യഥാർത്ഥം എന്താണെന്നറിയാൻ നമുക്കതിൽ കൂടുതൽ വഴിയൊന്നും ഇല്ല. ഇത് നമ്മളാരും ചെയ്തതല്ല, പോർച്ചുഗീസുകാർ, അതായത് റോമൻ സഭ ചെയ്ത ഒരു അകൃത്യമാണ്. ഇത്ര കറക്റ്റല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ മാവേലിക്കര പുതിയാവ് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശാസ്ത്രപ്പെടുന്നാൾ നടത്തുന്നുണ്ട്. ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ജനുവരി മാസത്തിലാണ് നടത്തുന്നത്. അത് ശരിയല്ലാത്തൊരു കാര്യത്തിന് സഭ അങ്ങനെ. ഞാൻ ശരിയല്ല എന്ന് പറഞ്ഞില്ലല്ലോ. സംശയമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. അന്ത്രയോസ് ബാവയെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് നടത്തണില്ലേ? കല്ലട ബാവ
ഇല്ലേ? അറിയാൻ പാടില്ലേ? അദ്ദേഹത്തിൻ്റെ കുറിച്ച് നമുക്ക് കുറേ പരമ്പരാഗതമായി കിട്ടുന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അതെല്ലാം ശരിയായിരിക്കാം. നമുക്ക് ഇത് ഞാൻ ചരിത്രപരമായ തർക്കത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വേണ്ടത്ര അവർ പറയുന്നത് ഇങ്ങനെ ഇറങ്ങാൻ അനുവദിക്കാതെ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആളുകൾ കടൽ മുക്കി കൊന്നു എന്ന് പ്രചരിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഇതിലേതാണ് ശരിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ മറ്റു തെളിവുകളില്ല. റീത്ത് പ്രസ്ഥാനം ഉണ്ടായതിനെക്കുറിച്ച് വളരെ ചുരുക്കമായ വിവരണം തരാം. ഈ ക്ലോക്കിനൊരു കുഴപ്പമുണ്ട്. ഇക്കാര്യം പറയാൻ നിൽക്കുമ്പോഴേ ഓട്ടം സ്പീഡിൽ കയറും. സഭ ഒന്നായി നിൽക്കുന്ന കാലത്ത് റീത്ത് പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്ത ഈവാനിയോസ് തിരുമേനി P.T. ഗീവർഗീസ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു വൈദികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിലും താല്പര്യത്തിലും നേതൃത്വത്തിലുമാണ് 1912 നിരണത്ത് വെച്ച് കാതോലിക്ക വാഴ്ച നടന്നത്. അതിൻ്റെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു നിങ്ങളെ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മലങ്കര സഭയിൽ സ്വതന്ത്രമായൊരു കാതോലിക്കേറ്റ് ഉണ്ടാകുന്നതോടുകൂടി മലങ്കര സഭ അനസ്യൂതം വളരും എന്നുള്ളതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിനും വളർച്ചയ്ക്കും അദ്ദേഹം വളരെ താല്പര്യം കാണിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മെത്രാപ്പൊലിത്തിയാക്കി. അദ്ദേഹം മുൻകൈയെടുത്ത്, വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു, മുൻകൈയെടുത്ത് ഇവിടെ കാതോലിക്ക വാഴ്ച നടത്തി കഴിഞ്ഞപ്പോൾ കാതോലിക്കേറ്റിലും 2 ഗ്രൂപ്പായി. വടക്കരായ ഞങ്ങളുടെ പിതാക്കന്മാർ അതിനെ അംഗീകരിച്ചില്ല, തെക്കരുള്ള ബഹുഭൂരിപക്ഷ ആളുകൾ അംഗീകരിച്ചു. അതിൽ അദ്ദേഹം നിരാശനായി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ആളുകൾ പലതും പറയും. ഏതായാലും ഇതിനേക്കാളൊക്കെ ഭേദം ഇത് വിട്ടിട്ട് അച്ചടക്കമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതാണ്, മാർപ്പാപ്പയുടെ കീഴിലേക്ക് പോകുന്നതാണ് എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം സഭ വിട്ടു പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ആർട്ടിക്കിൾ വായിച്ചാലും ഈ ധ്വനിയാണ് വരുന്നത്. ഒരു കാര്യവും കൂടെ പറയട്ടെ, എൻ്റെ സ്വന്തം അനുഭവം. എൻ്റെ ഇടവകപ്പള്ളിയിൽ വലിയ തർക്കങ്ങൾ വഴക്കമുണ്ടായി. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഓർത്തഡോക്സ് പക്ഷത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ വളരെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നില്ല. ഞാനും അത്ര മര്യാദക്കാരനായിരുന്നില്ല, അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. റീത്ത് സഭയിൽ നിന്ന് അച്ഛന്മാരെൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങി. ഞാൻ ഈ പള്ളിയിൽ നിന്നാണ് പറയുന്നത്. അവിടെ ഒരു സ്ഥലം, എൻ്റെ വീടിനടുത്ത് 10 ഏക്കറോളം വരുന്നൊരു സ്ഥലം. ആ സ്ഥലം വാങ്ങിത്തരാം, അവിടെ പള്ളി പണിത് തരാം, അച്ഛനെ ഉപയോഗിക്കാൻ സ്വന്തം വാഹനം തരാം, അച്ഛനിങ്ങോട്ട് മാറി തന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വളരെ നിർബന്ധിച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള ഏത് സമയം വരുമ്പോഴും ഇങ്ങനെ പിടിക്കുന്ന ആളുകൾ കാണുമെന്ന് നിങ്ങൾ ഓർക്കണം. എനിക്ക് പല പ്രാവശ്യം തോന്നി, ഇവിടെ കിടന്ന് ഈ തമ്മി തല്ലണോ? സത്യം ഞാൻ പറയുന്നത്. ഈ ഓഫർ കേട്ടിട്ടല്ല, സ്വസ്ഥമായിട്ട് വല്ലയിടത്തും നിന്നാലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അതേക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അർഹതയുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, എൻ്റെ ദൈവം ഈ പുരാതന സഭയിലേക്ക് ഒരു വൈദികനായിട്ട് എന്നെ വിളിച്ചു. ഈ സഭയ്ക്ക് ഒരു പ്രശ്ന അല്ലെങ്കിൽ പ്രയാസഘട്ടം ഉണ്ടായി. ഞാൻ ഈ സഭയുടെ കൂടെ നിൽക്കണോ, ഞാൻ എൻ്റെ കാര്യം നോക്കണോ? നിങ്ങൾ പറയൂ. ഞാൻ എൻ്റെ സ്വാർത്ഥപരമായ നിലപാടെടുക്കണോ, എൻ്റെ സഭയ്ക്ക് വേണ്ടി നിൽക്കണമോ? ഈ ചോദ്യം എൻ്റെ മനസ്സിനെ വളരെ മഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് ദിവസം. എന്തും വരട്ടെ, ഞാൻ എൻ്റെ സഭ വിട്ടു പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇത് വളരെയധികം ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയതാണ്. വടവുകോട് രാജർഷി സ്കൂളിൽ ഞാൻ അധ്യാപകനായിരുന്നു. അത് ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു. ആ മാനേജർ ആ സ്കൂൾ വിൽക്കാൻ തീരുമാനിച്ചു. ഞാനവിടെ പഠിപ്പിച്ചിരുന്ന ആളാണ്. 1988 അന്ന് ഒട്ടക്കുന്നേ ബാവയാണ്, കാതോലിക്ക ബാവ. റീത്തുകാർ ആ സ്കൂൾ വാങ്ങാൻ തയ്യാറായി. 18 ലക്ഷം രൂപയ്ക്ക് സ്കൂൾ കച്ചവടം, 20 ലക്ഷം രൂപയ്ക്ക് സ്കൂൾ കച്ചവടമാക്കാൻ മാനേജരും റീത്ത്
വിഭാഗവുമായിട്ട് ധാരണയിൽ വന്നു. ഈ വിവരം അറിഞ്ഞു. മാനേജർ ഓർത്തഡോക്സുകാരനാണ്. ഞാൻ പറഞ്ഞു അത് സഭയ്ക്ക് തരണം. അദ്ദേഹം ഉടനെ പറഞ്ഞു, സഭ വാങ്ങുകയാണെങ്കിൽ 2 ലക്ഷം രൂപ എനിക്ക് കുറച്ച് തന്നാൽ മതി. അങ്ങനെ 18 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം സഭയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ദേവലോകത്തേക്ക് ആ ബാവ തിരുമേനിയെ കണ്ടു. ബാവ തിരുമേനി എന്നോട് ചോദിച്ചു, എൻ്റെ അച്ഛ എവിടെ നിന്ന് തരാനാ 18 ലക്ഷം രൂപ? ഞാൻ പറഞ്ഞു, തിരുമേനി ഒരു 2 ലക്ഷം രൂപ ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്ക്, ഒരു കരാർ എഴുത്, ഒരു 5-6 മാസത്തിനകം സ്കൂൾ എടുത്താൽ മതി. ആ 4-5 ഏക്കർ സ്ഥലം തന്നെയുണ്ട്, കെട്ടിടമുണ്ട്, എങ്ങനെയും ദോഷം വരില്ല. നിങ്ങൾ അറിയണം ബാവയുടെ താല്പര്യം. റീത്തുകാരത് വാങ്ങും എന്ന് വന്നപ്പോൾ ബാവയ്ക്ക് സഹിച്ചില്ല. ഷമാശിനെ വിളിച്ചു. 2 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടും? പാസ്ബുക്കൊക്കെ നോക്കി, അത് നോക്കി, ഇത് നോക്കി, ഒന്നിനുമില്ല. അവസാനം എന്നത് പറയാനിടയായതിൽ ഞാൻ പ്രത്യേകിച്ചും ദൈവത്തെ സ്തുതിക്കുന്നു. ഷമാശ പരിമല അക്കൗണ്ടിൽ പണമുണ്ടോ നോക്കാൻ പറഞ്ഞു. ഷമാശമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 2 ലക്ഷം രൂപ മാനേജർക്ക് അഡ്വാൻസ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം സഹായിച്ചു. ആ വർഷം TTCക്ക് 40 സീറ്റ് അനുവദിച്ചു. 4 അധ്യാപകരെ നിയമിക്കാനിടയായി. നിങ്ങൾ ചിരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഒറ്റ കാശില്ലാത്ത സഭ എങ്ങനെ പണം കൊടുക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കിയതുപോലെ പണം കൊണ്ടുവന്ന് തന്നു. ഒറ്റ കൊല്ലം കൊണ്ട് കടം തീർന്നച്ച, ഒറ്റ കൊല്ലം കൊണ്ട്. ഈ കഴിഞ്ഞ മാസത്തിൽ അതിൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ആശംസ പറഞ്ഞിട്ടാണ് ഞാൻ മസ്കറ്റിലേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, വട്ടക്കുന്ന് ബാവയെപ്പോലെ വടക്കുള്ള ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ആളുകളില്ല. ബാവ ഞങ്ങൾക്ക് തന്നിട്ടുള്ള പ്രചോദനം അതൊന്നും വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. പണത്തിൻ്റെ സഹായമല്ല. ചെന്ന് പറഞ്ഞാൽ സങ്കടം കേൾക്കുന്ന ആ തിരുമേനി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഞാൻ എൻ്റെ കണ്ണീർ കണങ്ങൾ ആ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എൻ്റെ ദൈവമേ, അതായത് പെന്തക്കോസ്ത സഭയിൽ പോകുന്നവർക്ക് അതിനു മുമ്പ് കൊടുക്കുന്നൊരു സ്ഥാനമാണിത്. വല്ലതും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പെന്തക്കോസ്തയിൽ പോകാനിരിക്കുന്നവർക്ക് വെച്ചു കൊടുക്കുന്ന ചവിട്ടുപടിയാണ് ഷെവലിയാർ സ്ഥാനം. ഒന്നാലോചിച്ചേ, നിങ്ങളൊന്ന് ആലോചിച്ചേ, 2 ലക്ഷവും 5 ലക്ഷവും കൊടുത്ത് ഈ ഷെവലിയാർ സ്ഥാനവും കമാൻഡർ സ്ഥാനവും മേടിക്കാൻ പോകാൻ ഇവിടെ ആളുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടുന്ന് വല്ലതും മേടിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോലെ ഇത്ര അധകൃത മനസ്സുള്ള ഒരു ലോകത്താരാ ഉള്ളത്? അടിയിൽ അണ്ടറിലിരുന്നോളാം. ഇതല്ലേ നമ്മുടെ മനോഭാവം. പാത്രികീസ് ബാവ ഒരു സ്ഥാനം കൊടുത്താൽ കാശ് കൊടുത്ത് മേടിക്കും. അവർക്കാർക്കിത് വേണ്ട. ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. 97 അബുദാബി പള്ളിയിൽ ഒരു മാസം കൺവെൻഷൻ വന്നു. അവസാനം പോകാൻ നേരത്ത് ഗൾഫിൽ നല്ല കുപ്പായത്തിന് തുണി കിട്ടും, കുറച്ച് മേടിച്ചുകൊണ്ട് പോകാം. കൂട്ടുകാർ അച്ഛന്മാർക്ക് അവിടെ നിന്ന് ചെല്ലുമ്പോൾ സന്തോഷമായിട്ട് ഉടുപ്പിന് തുണി കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാനൊരു കടയിൽ ചെന്ന് തുണിയൊക്കെ എടുത്ത് വില ചോദിച്ചപ്പോൾ കോഴിക്കോട്ടുകാരൻ ഒരു മലയാളിയാണ് സെയിൽസ്മാൻ. തുണിയൊക്കെ എടുത്തെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പതുക്കെ സ്വകാര്യമായിട്ട് പറഞ്ഞു, ഇവിടുന്ന് മേടിക്കണോ ഈ തുണി? ഇത് അവിടെ നിന്ന് വരുന്നതാണ്. ഞങ്ങളുടെ മുതലാളി ഒരു പ്രത്യേക മെഷീനിൽ കൂടെ ഈ തുണിയുടെ അടിച്ച് കയറ്റി വിട്ടിട്ട് മെയ്ഡ് ഇൻ ജപ്പാൻ നടിപ്പിക്കും. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന തുണി മെയ്ഡ് ഇൻ ജപ്പാനാക്കി നല്ല വിലയ്ക്ക് നിങ്ങൾക്ക് തരും. ഈ മേടിച്ചുകൊണ്ട് പോകണോ? ആ എറണാകുളത്ത് നിന്ന് മേടിച്ചാൽ പോരാച്ച എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് ഫോറിൻ എന്നുള്ളതിൻ്റെ യഥാർത്ഥ കണ്ടീഷൻ നമുക്ക് മനസ്സിലാകുന്നത്. ഞങ്ങളൊക്കെ വടക്കരയൊക്കെ പണ്ട് വിചാരിച്ചിരുന്നു, ഇവിടെ ഈ കാതോലിക്ക കൂതാശ ചെയ്ത മൂറോനല്ലേ മാമോദിസ സമയത്ത് ഉപയോഗിക്കുന്നത് മൂറോൻ കൂതാശയ്ക്ക്. ഞങ്ങളൊക്കെ നല്ല ഫോറിൻ മൂറോനാണ്. ഫോറിൻ ഭ്രമം. അവരെ കണ്ടാൽ തന്നെ മുട്ടടിക്കും നമുക്ക്. ആ ഭ്രമത്തിൽ നിന്നാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സ്വരാജ്യ സ്നേഹം, സ്വസഭയോടുള്ള സ്നേഹം, അതിനോടുള്ളതായ ആ പ്രതിബദ്ധത, അങ്ങനെ ഒന്നുണ്ടെങ്കിലേ നമുക്ക്
നമ്മുടെ സഭയെയും നമ്മുടെ രാജ്യത്തെയും വളർത്താൻ കഴിയൂ. അദ്ദേഹം മാർ ഇവാനിയോസ് എന്ന പേരിൽ പിന്നീട് മെത്രാപ്പൊലീത്തയായി വന്ന് റീത്ത് പ്രസ്ഥാനം വളരാനിടയായത് ഈ കാരണം കൊണ്ടാണ്. അദ്ദേഹത്തെ നിരാശ കൊണ്ട് പോയത് അന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഗ്രിഗോറിയോസ് ബാവായെ മെത്രാപ്പൊലീത്തയായിട്ട് തിരഞ്ഞെടുക്കുന്ന അതിനുശേഷം 3-4 മാസത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് കാതോലിക്ക ബാവയായി വന്ന ഗീവർഗീസ് ബാവായെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് 3-4 മാസത്തിലാണ് ബദരി പ്രസ്ഥാനമായിട്ട് യുവാന സെമിനാരിൽ പോകുന്നത്. നമ്മുടെ സഭ കൊടുക്കേണ്ട പ്രാധാന്യം യുവാന സെമിനാരി കൊടുക്കാത്തതുകൊണ്ടാണ് മുസ്ലിം ഉണ്ടായത്. അല്ല, അത് നമ്മുടെ സഭ അദ്ദേഹത്തെ വേണ്ടത്ര കരുതാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം പോയതെന്ന് പറയുന്നൊരു വേർഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്ഥാനമോ മാനമോ കിട്ടുന്നതിന് വേണ്ടി സഭയിൽ നിന്നെങ്കിൽ പോയതാ നല്ലത്. മെത്രാനായില്ലെങ്കിൽ സഭ വിട്ടു പോകും എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല. അതാണ് ശരിയെങ്കിൽ എനിക്കറിയാൻ പാടില്ല. അതെ, ആ ചോദ്യം തന്നെയാണ് ഈ പറയുന്നത്. എബ്രഹാം മാർ സേവേറിയോസ് തിരുമേനി തിരിച്ചു പോയതിനെക്കുറിച്ച് എനിക്കറിയാം. കാലം ചെയ്ത ബാബ തിരുമേനിയുടെ കാൽപാദത്തിൽ തൊട്ട് വന്നിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിച്ചതാണ് ഇദ്ദേഹത്തെ വിശ്വസിക്കരുതെന്ന്. കാരണം ഞങ്ങൾ അച്ഛന്മാരായി ഒരുമിച്ച് ചേർന്നവരാണ്. കാലം ചെയ്ത ബാബയുടെ പാദത്തിൽ അക്ഷരികമായി തൊട്ടപേക്ഷിച്ചു, എടുക്കരുത്, അദ്ദേഹം ചതിക്കും, അഥവാ എടുക്കുകയാണെങ്കിൽ കണ്ടീഷൻസ് അതുപോലെ ചെയ്യണം. ഒന്നും ചെയ്തില്ല, എടുത്തു. അദ്ദേഹം എന്താ അവിടെ വന്നിട്ട് ആവശ്യപ്പെട്ടത് നിങ്ങൾ പറയൂ? അദ്ദേഹത്തിന് അങ്കമാലി ഭദ്രാസനം വേണം, വേറൊരു ഭദ്രാസനം പറ്റില്ല. ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ തന്നെ ഇരിക്കണം. അദ്ദേഹത്തെ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ ഇരുത്തണമായിരുന്നോ? നിങ്ങൾ പറയൂ. അദ്ദേഹത്തെ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ ഇരുത്തേണ്ടതായിരുന്നോ? ഇരുത്തിയിട്ട് അദ്ദേഹം കാലു മാറിയിരുന്നെങ്കിൽ അതാലോചിച്ചു ആരെങ്കിലും. അവിടെ ആരിയ്ക്കുന്നു ആ ആൾ കാലു മാറി അവർ കാതോലിക്കയാക്കും അടുത്തത്. ഏതായാലും സഭ അത്രയും വലിയ ആനുകൂല്യം ചെയ്തില്ല. അങ്കമാലി ഭദ്രാസനത്തേക്ക് ഈസ്റ്റും വെസ്റ്റുമായിട്ട് തിരിച്ചു. ഈസ്റ്റിൽ 88 സെൻറ്റ് സ്ഥലം മേടിച്ചു. അദ്ദേഹത്തിന് അരമന പണിയാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കി. 1.5 ഏക്കർ സ്ഥലം വേറെ വാങ്ങിച്ചു. ഇടുക്കി ഭദ്രാസനം കൊടുത്തിട്ട് അത് പോരാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോന്നു. ഈ ബഹ്റൈനിൽ വന്ന് അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ് 8-10 ലക്ഷം രൂപ പിരിച്ച് അതും കൊണ്ട് അദ്ദേഹം തിരിച്ചു പോയവനാ. നാണമില്ലാത്തവരുടെ കാര്യം എന്തിനു പറയാൻ? ഇപ്പോഴും ആ ആളെ മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? നാണമുണ്ടോ മനുഷ്യർക്ക്? ഇങ്ങോട്ട് മാറി, അങ്ങോട്ട് മാറി, പിന്നെയും മാറി, ഇങ്ങനെ മാറുന്ന ഒരാളാണോ? അദ്ദേഹം വന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നില്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. റോമൻ കത്തോലിക്കൽ അങ്ങനെ എടുക്കും. അങ്ങനെയുള്ള ആളെ എടുക്കാൻ ഉണ്ടാക്കിയ സാധനമാണ് ഈ റീത്ത്. സംഗതി റീത്ത് വെച്ചു എന്നർത്ഥം. അവിടെ ചെല്ലുമ്പോഴേക്കും സംഭവിക്കുന്നത് റീത്ത് വെച്ചു. ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞതിൽ സ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം പോയതെങ്കിൽ എനിക്കറിയാൻ പാടില്ല. ആണെങ്കിൽ പോയത് നന്നായി. ഇടയനാലിച്ചിന് കോറപ്പിസ്കോപ്പ സ്ഥാനം തന്നില്ലെങ്കിൽ ഞാൻ പാത്രികീസ് വെച്ച് പോയി മേടിക്കുന്നു പറഞ്ഞാൽ പിന്നെ എന്നെ എന്തിനുള്ള? ഞങ്ങളുടെ പത്രോസ് റമ്പാച്ചൻ, തൃക്കുന്ന് സെമിനാരിൽ നടന്ന റമ്പാച്ചൻ എന്ന പേര് പത്രോസ്. അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് 3 വോട്ട് കിട്ടി. അദ്ദേഹം ഇപ്പോൾ ഗുർഗാൻ്റെ അടുത്ത് പോയി പട്ടയിട്ടു. എന്നിട്ടൊരു ചെറിയ കെട്ടിടമുണ്ട്, സ്ഥലമുണ്ട്, അവിടെ ഇരിക്കുക.
കാലത്തെ ഈ കുപ്പായവും വടിയും മുടിയൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒന്ന് നോക്കും. പിന്നെ അതെല്ലാം അഴിച്ചു വെച്ച് പുള്ളി അവിടെ കിടക്കും. പിറ്റേ ദിവസം കാലത്ത് ഇത് തന്നെ ചെയ്യും. വേറെ എങ്ങും പോകാനില്ല. അതേക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ നവീകരണ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ളവനായിരുന്നു തിരുമേനിയുടെ സ്വന്തക്കാരൻ. പക്ഷേ പാലക്കുന്നത്ത് അത്താനാസ്യൂസ് തിരുമേനിക്ക് ഈ നവീകരണ പ്രസ്ഥാനവുമായി വലിയ താല്പര്യമില്ലായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തെ അങ്ങനെ കേസിലൊക്കെ തോറ്റു പോയി പിന്നെ ആ ഇതിലേക്ക് അദ്ദേഹം പോകേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചത്ത കൊച്ചിൻ്റെ ജാതകം വായിച്ചിട്ട് പുണ്യമൊന്നുമില്ല. നമുക്കതൊക്കെ വിടാം. നമുക്കിപ്പോൾ നിലവിലുള്ള പ്രശ്നം നോക്കാം. ചോദ്യം അബ്ദുള്ള പാത്രീസും അബ്ദുൾ മസിയ പാത്രീസും ആയിട്ടുള്ള ചോദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അബ്ദുൾ മസിയ പാത്രീസിന് എങ്ങനെ ആ അധികാരം കിട്ടിയെന്നുള്ളത് രണ്ടാമത് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അത് എല്ലാ ദിവസവും വന്നിരുന്നു. അല്ല, അങ്ങനെ കേൾക്കാൻ. അബ്ദുള്ള പാത്രീർക്കിസും അബ്ദുൽ മിഷിയ പാത്രീർക്കിസും 1895 പത്രോസ് മൂന്നാമൻ കാലം ചെയ്തതിനെ തുടർന്ന് 2 സ്ഥാനാർത്ഥികൾ വന്ന കാര്യം പറഞ്ഞു ഓർക്കുന്നോ? ഒന്നുകിൽ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നു കാണില്ല. അതെല്ലാവരും കേട്ടതാണ്. 2 പേര് വന്നു. ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അബ്ദുൽ മിശിഹ ജയിച്ചു. തോറ്റുപോയ അബ്ദുള്ള കത്തോലിക്ക സഭയിൽ ചേർന്നു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ സുൽത്താനേറ്റിൽ പിടിച്ച് തനിക്കെതിരായി വോട്ട് ചെയ്ത മെത്രാനെയും മറിച്ചെടുത്ത് വോട്ടിൽ 6 തനിക്ക് കിട്ടുമെന്ന് കണ്ടപ്പോൾ ഫർമാൻ പിൻവലിപ്പിച്ച് ഇദ്ദേഹത്തെ സ്ഥാനപ്രശ്നാക്കി ചക്രവർത്തിയുടെ മുമ്പിൽ. അങ്ങനെയാണ് അദ്ദേഹം മെത്രാപ്പൊലീത്തയായത്. പക്ഷെ ഒരു കാര്യം നിങ്ങളറിയണം, അദ്ദേഹം 1906 പാത്രീർക്കിസായിട്ട് 909 ഇവിടെ വന്നു. 11 തിരിച്ചുപോയി. 15 കാലം ചെയ്തു. അതുവരെ ആ സ്ഥാനത്ത് തിരിച്ചു ചെന്നിട്ടില്ല. പിന്നെ എന്ത് പാത്രീർക്കിസ? 9 പോന്നിട്ട് 15 വരെ ആ സ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടില്ല. 15 അബ്ദുൽ മിശിയ കാലം ചെയ്ത് കുറുക്കുമതേറായിൽ അടക്കിയിട്ടുണ്ട്. ആ ശവകുടീരം അവിടെയുണ്ട്. അതിന് ബോർഡും ഒക്കെ എപ്പോഴും ഉണ്ട്. ഇദ്ദേഹത്തിനൊരു ശവകുടീരവുമില്ല. എവിടെ അടക്കിയെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ സംശയം തീർന്നു ഞാൻ വിചാരിക്കും. തുർക്കി സുൽത്താൻ്റെ ഫർമാൻ അബ്ദുള്ളക്കേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്ന് പട്ട വെക്കണമെങ്കിൽ തുർക്കി സുൽത്താൻ്റെ നോക്കി ഇല്ലെങ്കിൽ തലയും കൊണ്ട് പോരില്ല. അവിടെ അബ്ദുള്ളയെ അംഗീകരിക്കണം. രാജാവിൻ്റെ മുമ്പിൽ അബ്ദുള്ളയ്ക്ക് തന്നെ വില. പക്ഷേ ആത്മീക നൽവരം നഷ്ടപ്പെടുന്നില്ല. ഇത് കോടതിയിൽ വന്ന ചില കേസുകളിൽ ഇതെല്ലാം വന്നതാണ്. വട്ടശ്ശേരി തിരുമേനിയെ മുടക്ക് കൽപ്പനയുടെ യഥാർത്ഥ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിൽ പാത്രീർക്കീസ് വട്ടശ്ശേരി തിരുമേനിക്കെതിരായിട്ട് പറയുന്നത് സഭയുടെ കാനോനുകൾക്കും ചട്ടംകുട്ടികൾക്കും എല്ലാം വിരുദ്ധമായി അനധികൃതമായൊക്കെ പ്രവർത്തിക്കുന്നു. പടപ്പേ തല്ലി കുറേ കാര്യങ്ങൾ പറയുന്നു. സ്പെസിഫിക്കായിട്ട് ഇന്ന കുറ്റമെന്ന് പറഞ്ഞിട്ടില്ല. സ്പെസിഫിക്കായിട്ട് പറയുന്ന ഒരേ ഒരു കുറ്റമേ ഉള്ളൂ, കൈവറയുണ്ട്. അദ്ദേഹത്തിന് കൈവറ ഉള്ളതുകൊണ്ടും കൂടി ആ മുടക്കുന്നതെന്ന്. കൈവറ ഒരു മുടക്ക് കാരണമാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സക്കാപ്രഥമനെ എന്തു ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. എന്നിട്ട് അതിനെതിരായി കേസ് കൊടുത്തപ്പോൾ ഓർത്തഡോക്സ് പക്ഷം കോടതിയിൽ വാദിച്ചു, ഈ മുടക്ക് സ്വാഭാവിക നീതിക്ക് നിരക്കുന്നതല്ല. എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. കോടതിയിൽ തിരുമേനിയെ വിസ്തരിച്ചു. പാത്രീർക്കീസ് കക്ഷിയുടെ വക്കീല് കോടതിയെ വിസ്തരിച്ച കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വട്ടശ്ശേരി തിരുമേനിയോട് ചോദിച്ചു. നിങ്ങളോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഏതെൻ്റെ പരദീസയിൽ യഹോവയായ ദൈവം ആദാമിനെ മുടക്കിയോ? എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടാണോ മുടക്കിയേ? ആണോ? അല്ല. അങ്ങനെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായ പാത്രീർക്കീസിന് ചെയ്യാമെന്ന് സ്ഥാപിക്കാനാണ് ചോദ്യം ചോദിച്ചത്. അതറിഞ്ഞ വട്ടശ്ശേരി തിരുമേനി കൊടുത്ത ഉത്തരം എന്താണെന്നറിയാമോ? ആദാം കുറ്റം സമ്മതിച്ചു. ആദാം കുറ്റം ചെയ്തു, സമ്മതിച്ചു. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, കുറ്റം സമ്മതിച്ചിട്ടുമില്ല. വക്കീൽ വിഷമത്തിലായി. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് കൈവറയില്ലേ? എനിക്ക് കൈവറയുണ്ട്. അത് കുർബാന ചെല്ലാൻ തടസ്സമല്ലേ? അല്ല. ഞാനൊരു ഗ്ലാസ് നിറയെ വെള്ളം നിങ്ങളുടെ കയ്യിൽ തരാം.
അത് തേളിപ്പോകാതെ ഈ ജഡ്ജിയുടെ മേശപ്പുറത്ത് നിങ്ങൾക്ക് വയ്ക്കാമോ? വക്കീലിൻ്റെ ചോദ്യം. എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് നിറയെ വെള്ളം കൊടുത്താൽ തേളി താഴെ വീഴും. തിരുമേനിക്കറിയാം. തിരുമേനിയുടെ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ കോടതിയിൽ വന്നത് ചോദ്യങ്ങളുടെ ഉത്തരം പറയാനാണ്, അഭ്യാസം കാണിക്കാനല്ല. അതാണ് വട്ടശ്ശേരി തിരുമേനി. അതാണ് വട്ടശ്ശേരി തിരുമേനി. ആ വട്ടശ്ശേരി തിരുമേനിയുടെ മക്കളാണ് നമ്മൾ. ആ ധീരതയും കഴിവും പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയും പാമ്പിനെ പോലുള്ള ബുദ്ധിയും നമുക്ക് വേണം. കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണം. എനിക്കൊത്തിരി സന്തോഷം തോന്നുന്നു. നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എനിക്ക് അച്ഛൻ 20 മിനിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോതമംഗലത്തെ എബ്രഹാം മാർ സേവേറിയോസ് തിരുമേനിക്ക് കൊടുത്തിരുന്ന സ്ഥലത്താണ് ഈ സാന്ത്വനം എന്ന് പറയുന്ന മെൻ്റലി ചലഞ്ചഡായ കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥാപനം നടക്കുന്നത്. അവിടെയാണ് പുതിയ ഇടവകപ്പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അവിടെയും ശുശ്രൂഷിക്കുന്ന അച്ഛനാണ്. 1.5 ഏക്കർ സ്ഥലം തിരുമേനിക്കയുടെ ആവശ്യത്തിന് വേണ്ടി ബാബ തിരുമേനിയുടെ പേരിൽ മലയാറ്റൂരിൽ മേടിച്ചിരുന്നു. ഈ കൂടെ അതിൽ തിരുമേനിയുടെ അച്ഛൻ ബലമായി താമസിച്ച് വിട്ടുതരാതിരിക്കുകയാണ്. ഈ സഭയിൽ നിന്ന് പോയിട്ടും ആ സ്ഥലം ബലമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മര്യാദ നിങ്ങൾ നോക്കൂ. ബാബ തിരുമേനി സ്ഥലം കൊടുത്ത് ബാബ തിരുമേനിയുടെ പേരിൽ മേടിച്ചിട്ടുള്ള സ്ഥലം ബലമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സേവേറിയോസ് തിരുമേനി. അതിനിപ്പോൾ കേസുണ്ടോ? അത് കേസിലാണ്. ഇനിയിപ്പോൾ കേസ് കൊടുത്താൽ എടുക്കാൻ പറ്റുള്ളൂ. അന്നേരം കേസിന് പോകരുത് നമ്മുടെ ആൾക്കാർ പറഞ്ഞാൽ എന്ത് ചെയ്യും? കേസ് കൊടുക്കാല്ലാതെ വേറെ വഴിയില്ല. ഈ 88 സെൻറ്റ് സ്ഥലം ബാബ ഏൽപ്പിച്ചു. ഞാൻ ഓടിച്ചെന്നവിടെ ഇത് കൈവശമാക്കിയതുകൊണ്ട് അതിൻ്റെ ആധാരം വടക്കമ്പറൂർ പള്ളിയിൽ നിന്നാണ് കിട്ടിയത്. അത് നമ്മുടെ കയ്യിലായി. തക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നു കാര്യങ്ങൾ. താങ്ക് യു. നിങ്ങൾ സാന്ത്വനത്തെ സഹായിക്കണം. ഒറ്റ വാക്കിൽ ഇന്ന് സന്തോഷത്തോടെ പറയട്ടെ, പാത്രിയർക്കീസ് കക്ഷിയിൽപ്പെട്ട ഒരാൾ, അച്ഛനറിയാം, ഞാൻ പേര് പറയുന്നില്ല, സാന്ത്വനത്തിന് വേണ്ടി എൻ്റെ മുറിയിൽ വന്ന് 50,000 രൂപ തന്നു. അത്രയ്ക്കും അവർക്ക് ആ സ്ഥാപനത്തോട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹായം ചോദിക്കുന്നു. കഴിയുന്ന സഹായം, ചെറിയ സഹായം എല്ലാവരും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയനായിരിക്കുന്ന അച്ഛ, കർത്താവിനാൽ അനുഗ്രഹീതരെ, ഇന്ന് കുർബാന ചെല്ലാൻ ഞാൻ തന്നെയാണ് ചുമതലപ്പെട്ടിരിക്കുന്നതെന്നായിരുന്നു എനിക്ക് കിട്ടിയ ധാരണ. ഇവിടെ ഒരു ബലിയർപ്പണത്തിന് അവസരം കിട്ടിയാൽ അത് വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. കാരണം ഏറ്റവും ഭംഗിയായി ആരാധനയിൽ പങ്കുകൊള്ളുന്ന വിശ്വാസികളുടെ ഒരു സമൂഹമാണ് ഈ ദേവാലയത്തിലുള്ളത്. നിങ്ങൾ പ്രതിവാക്യങ്ങളൊക്കെ ഒരുമിച്ച് അറിയുകയും ഗാനങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ സന്തോഷമാണ് തരുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖമായി പറഞ്ഞ വാക്കുകളിൽ സഭയുടെ ഇപ്പോഴത്തെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇന്ന് ഞാൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാം. നാളെ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നുണ്ട്. ആ ഒരു പഠനത്തിലേക്ക് വരാം എന്ന് ചിന്തിക്കുന്നെങ്കിലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് മനോഹരമായ ഒരു ദേവാലയമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ദേവാലയം? ഈ ദേവാലയം ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. കാറ് ഉണ്ടാകണമെങ്കിൽ ആ കാർ ഉണ്ടാക്കാനുള്ള ഫാക്ടറിയും കാർ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെയുള്ളതായ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും വേണം. നമുക്ക് വേണ്ടത് കാറാണ്, ഈ സംവിധാനങ്ങളല്ല. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ കാറ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ ആധ്യാത്മികമായ വളർച്ചയും അതുപോലെ തന്നെ ഈ ദേവാലയം ആധ്യാത്മികമായ വളർച്ചയ്ക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്.
ഈ കല്ലും മണ്ണും തടിയല്ല നമ്മുടെ ആത്മീകത. പക്ഷേ ഇതിൽ കൂടിയാണ് നമ്മുടെ ആത്മീകത വളരുന്നത്. മനുഷ്യന് രണ്ട് കാലുകളുണ്ട്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കാല് ഇൻഫ്രാസ്ട്രക്ചറാണ്, മറ്റേ കാല് സ്പിരിച്വാലിറ്റിയാണ്. ഇന്ന് ആധുനിക വേർപാട് സഭകൾക്ക് ആരാധനയോ ചട്ടക്കൂടുകളോ ഒന്നുമില്ലാത്ത സ്പിരിച്വാലിറ്റി മാത്രമുണ്ട് എന്ന് അവകാശപ്പെടുന്ന സഭകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം വളരും. എന്നാൽ സഭയ്ക്കും പ്രത്യേകിച്ച് പൗരാണിക സഭയ്ക്ക് പറ്റിയിരിക്കുന്ന മറ്റൊരു അബദ്ധമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മാത്രം മതി എന്ന ചിന്താഗതി. നല്ല പള്ളികൾ, നല്ല കൊടിമരങ്ങൾ, മാർബിൾ വിരിച്ച പള്ളിയുടെ പരിസരങ്ങളും, ഇങ്ങനെ പള്ളി മനോഹരമാക്കിയാൽ മാത്രം മതി, ഇൻഫ്രാസ്ട്രക്ചർ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട്. അവർ ആ ഒരു കാര്യം മാത്രം വളരാനേ സഹായിക്കും. ആത്മീയതയുടെ ഒരു കാര്യം മാത്രം വളരുകയും മറ്റേ കാര്യം വളരാതിരിക്കുകയും ചെയ്ത് എങ്ങനെ നടക്കും? ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം മാത്രം വളർന്നാൽ ആത്മീയത വളരാതിരുന്നാൽ എങ്ങനെ മനുഷ്യൻ നടക്കാനാവും? അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം? ഇൻഫ്രാസ്ട്രക്ചർ ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ, അത് ആവശ്യമാണ്. അതിൽ കൂടെ സ്പിരിച്വാലിറ്റിയും വളരണം. സ്പിരിച്വാലിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും സൈഡ് ബൈ സൈഡായിട്ട് ഒരുപോലെ വളരുമ്പോഴാണ് ആത്മീക ജീവിതത്തിന് അത് ഉതകുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു വസ്തുതയെക്കുറിച്ചും നേരാവണ്ണം പഠിക്കുകയില്ല. പഠനമില്ലാത്തത് കൊണ്ട് നാം പലപ്പോഴും സഭയിൽ തർക്കങ്ങളുടെയും കേസുകളുടെയും മുകളിലാണ് വിവരിക്കുന്നത്. ഇതെന്തിനാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതെന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ സഭയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച ഒരു തീഷ്ണത ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഇടവകയിൽ വേണ്ടത്ര ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പ്രിയപ്പെട്ട അച്ഛൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് നാളെ മുതൽ നാം ആരംഭിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്ന നിങ്ങൾ, ഇനി ഞാനതിന് ഇന്ന് കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇന്ന് പുണ്യശ്ലോകനായ സ്തേപ്പാനോസ് മാർ തെവോദോസിയോസ് തിരുമേനിയുടെ ഓർമ്മയെ നാം ആഘോഷിക്കുകയായിരുന്നു. ആ പുണ്യാത്മാവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ വിശുദ്ധ കുർബാനയിൽ ദൈവ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് അല്പസമയം ചിന്തിക്കുവാനാണ് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എബ്രയർക്ക് എഴുതുന്ന ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രയ ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. ഒന്നുകൂടെ ഞാൻ ഈ വാക്യം വായിക്കാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. ഈ വാക്യത്തിൽ പ്രധാനമായി പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഓർക്കണം എന്നുള്ളത്. രണ്ടാമത്തേത്, അനുകരിക്കണം. എന്താണ് ഓർക്കുന്നത്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചവരെ ഓർക്കണം. ഇന്ന് പല ആളുകളും തെറ്റായി ധരിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ് പിതാക്കന്മാരെ ഓർക്കണം.
അവർ നിങ്ങളെ പഠിപ്പിച്ചവരും നിങ്ങളെ നയിച്ചവരുമാണ്. അവരെ നിങ്ങൾ ഓർക്കണം. അത് ഓർത്തെന്ന് വിചാരിച്ചു കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. അടുത്തതോ, അവരുടെ ജീവാവസാനം ഓർക്കണം. ജീവാവസാനം എന്ന് പറഞ്ഞാൽ എന്താ? മരണം. നാം അവരുടെ മരണത്തെ ഓർക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഈ ഇടവക ഈ പുണ്യാത്മാവിനെ ഓർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 2 ഓർമ്മകൾ. വേദപുസ്തകത്തിൽ ഓർമ്മ എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ പറയുന്നത് പോലെയുള്ള അർത്ഥത്തിലല്ല. കൂട്ടുകാരൊക്കെ തമ്മിൽ പിരിയുമ്പോൾ ഓർക്കണം കേട്ടോ എന്ന് പറയുന്നതും ഒരോർമ്മയാണ്. അങ്ങനെ ഓർത്താൽ മതിയോ പിതാക്കന്മാരെ? അതാണോ വേദപുസ്തകത്തിൽ പറയുന്ന ഓർമ്മ? വേദപുസ്തകത്തിൽ ഓർമ്മയെക്കുറിച്ച് പറയുന്ന മറ്റ് സന്ദർഭങ്ങളുണ്ട്. ഇസ്രയേൽ ജനം 400 വർഷത്തോളം അടിമത്വത്തിൽ മിസ്രയീമിൽ കിടന്നു. അവിടെ നിന്ന് യഹോവയായ ദൈവം ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ രക്തം തളിച്ചതിനാൽ സംഹാരദൂതനിൽ നിന്ന് അവർ വീണ്ടെടുത്ത് മോശ മുഖാന്തരം മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോന്നു. എന്നിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് കടന്നു പോന്ന കാര്യം ഓർക്കണം. പണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ അവിടെ ആയിരുന്നു എന്ന് വല്ലപ്പോഴും ചുമ്മായിരുന്നു ഓർത്താൽ മതി എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ ഓർക്കുന്നതിന് വേണ്ടി യഹോവയായ ദൈവം ക്രമീകരിച്ച് കൽപ്പിച്ചു കൊടുത്തതാണ് പെസഹ എന്ന പെരുന്നാൾ. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കടന്നുപോക്ക്. അപ്പോൾ എങ്ങനെ ഓർക്കണം എന്ന് വേദപുസ്തകത്തിൽ ഓർമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പിതാക്കന്മാരെ നാം ഓർക്കുന്നതും അതുപോലെ തന്നെ ചില പ്രത്യേക ആചാരങ്ങളോടെ, അനുഷ്ഠാനങ്ങളോടെ, ചില നടപടികളോടെ, ചില പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ വേണമെന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം വല്ലപ്പോഴും ഓർക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനം? നമുക്കും പ്രയോജനമില്ല, ഓർക്കപ്പെടുന്ന ആൾക്കുമില്ല പ്രയോജനം. എന്നാൽ അത് പ്രയോജനകരമായി വരുന്നത് 2 കാര്യങ്ങൾ നടക്കുമ്പോഴാണ്. ഒന്ന്, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ്. മറ്റൊന്ന്, നാം അവരുടെ ജീവിതം അനുകരിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം? മൃഗത്തിന് ശരീരമുണ്ട്, മൃഗത്തിന് ജീവനുണ്ട്. മൃഗം കുറേ കാലം ജീവിച്ചിരിക്കുന്നു, മൃഗം ചത്തുപോകുന്നു. മനുഷ്യന് ശരീരമുണ്ട്, മനുഷ്യനും കുറേ കാലം ജീവിച്ചിരുന്ന് ചത്തുപോകുന്നു. മൃഗം ജീവിക്കുന്ന പോലെ മനുഷ്യൻ ജീവിക്കുന്നു, മൃഗം മരിക്കുന്ന പോലെ മനുഷ്യൻ മരിക്കുന്നു. പിന്നെ എന്താ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസം? ഇതാണ് നാം ആദ്യം അറിയേണ്ടത്. മൃഗത്തിന് മനുഷ്യനെ പോലെ ജീവനുണ്ട്, ദേഹി അല്ലെങ്കിൽ ശരീരമുണ്ട്. മനുഷ്യന് ശരീരമുണ്ട്, ജീവനുണ്ട്, മൃഗത്തെക്കാൾ 1 കൂടുതലുണ്ട്, ആത്മാവുണ്ട്. മറ്റെല്ലാം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, ഉണ്ടായി. മൃഗം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച് മൃഗങ്ങളുണ്ടായി. മനുഷ്യൻ, അവൻ്റെ മൂക്കിലേക്ക് ദൈവശ്വാസം ദൈവം ഊതി എന്നാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ മനുഷ്യനിൽ ദൈവത്തിൻ്റെ അംശമുണ്ട്. ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. ദൈവാംശം മനുഷ്യനിലുള്ളത് കൊണ്ട് മനുഷ്യന് മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയൂ. മൃഗത്തിന് ദൈവമുണ്ട് എന്നറിവില്ല. ഒരു മൃഗം ദൈവമുണ്ടെന്ന് അറിഞ്ഞു പോയാൽ പിന്നെ ആ മൃഗം മൃഗമല്ല, മൃഗം മനുഷ്യനാണ്. ഒരു മനുഷ്യൻ ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ അവൻ മനുഷ്യനല്ല, മൃഗമാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്നെടുത്തതാണ് മനുഷ്യ ശരീരം. നാം ഈ ഭംഗിയായി കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തിലെ 80% വെള്ളമാണ്, വെറും വെള്ളം. പിന്നെ ബാക്കി ഈ ഉള്ളത് 20%-നകത്ത് ഫോസ്ഫറസും പൊട്ടാഷ്യം കാൽഷ്യവും
അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഒരു മനുഷ്യ ശരീരത്തിൽ 4 ചായക്കുള്ള പഞ്ചസാരയുണ്ട്. ഇടയനാലിച്ചൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു 8 ചായക്കുള്ള പഞ്ചസാര കാണും. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. മനുഷ്യ ശരീരത്തിലെ എല്ലാം അന്നത്തെ ഇത് വേർതിരിച്ച് മാർക്കറ്റ് വില അനുസരിച്ച് കൊടുത്താൽ 160 രൂപയ്ക്കുള്ള സാധനമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വില അനുസരിച്ചൊരു 1,500 രൂപ ഒന്നാണ്. അതിൽ കൂടുതലൊന്നുമില്ല ഈ ഇരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ. 80% വെറും വെള്ളമായിട്ടങ്ങ് പോയി. ബാക്കിയുള്ളതിൻ്റെ വിലയാണ് അന്നത്തെ 160 500 രൂപ കാണും. ഇതിനു വേണ്ടിയാണ് ആയിരക്കണക്കിന് ചിലവാക്കി മേക്കപ്പ് ചെയ്ത് മനുഷ്യൻ കഷ്ടപ്പെട്ട് കൊണ്ട് നടക്കുന്നത്. എന്താണിതിന് കാരണം? ഇതിന് മനുഷ്യ ശരീരത്തോടുള്ളതായ നമ്മുടെ താല്പര്യവും ശ്രദ്ധയും എല്ലാം കാരണമായിരിക്കുന്നതിന് കാരണമുണ്ട്. അച്ഛൻ അറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. നാട്ടിലൊക്കെ കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ പോവും, ഇപ്പോൾ ചെറുക്കന്മാരും പോകുന്നുണ്ട്. അതൊക്കെ സഹിക്കാം. പക്ഷേ ഇപ്പോൾ ഡെഡ് ബോഡി ബ്യൂട്ടി പാർലറിൽ നിന്ന് ആളുകൾ വന്നാണ് ശരിയാക്കുന്നത്. അതും തുടങ്ങിയിരിക്കുക. അമേരിക്കയിലാണ് ഇതിൻ്റെ എല്ലാം ആരംഭം. ഞാൻ 8-9 പ്രാവശ്യത്തോളം അമേരിക്കയിൽ പോയി 2-2.5 വർഷത്തോളം ഈ പല പ്രാവശ്യമായിട്ട് ഞാൻ അവിടെ ആകെ താമസിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് അവിടുത്തെ ഫ്യൂണറലൊക്കെ സംബന്ധിച്ചപ്പോൾ എനിക്ക് തോന്നി ചാകണമെങ്കിൽ അമേരിക്കയിൽ ചാകണം. നല്ല 1-ാം തരം പെട്ടി, നല്ല അപ്പോൾസറി വർക്കൊക്കെ ചെയ്ത് 2 പീസായിട്ട് അവർ പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ എനിക്ക് തോന്നുന്നത് 10-75,000 രൂപയെങ്കിലും ആവും. ഇതൊരു കംഫർട്ടബിൾ അതിനകത്തുള്ള കിടപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടിയിലൊക്കെ അടക്കം കിട്ടണമെങ്കിൽ തൽക്കാലം ഇപ്പോൾ അമേരിക്കയിൽ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ കിടന്ന് മരിക്കാലും കുഴപ്പമില്ലെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം, കൊണ്ടുപോയി ഒരു സ്ഥലത്ത് അടയ്ക്കാൻ പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പ്രയാസമാണ്. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു സ്ത്രീയും 2 മക്കളും കൂടെ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് ഇവിടെ മരിച്ചടക്കിയിട്ടുണ്ട്, ഇത്രയും കാലമായിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുമോ, ധൂപം വയ്ക്കുമോ, ഒന്നും ചെയ്തിട്ടില്ല, അച്ഛനൊന്ന് വരാമോ? ഞാനും അവരുടെ കാറിൽ കയറി ധൂപപ്രാർത്ഥനയ്ക്ക് ശവക്കോട്ടയിൽ ചെന്നു. ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു സെമിറ്ററി. കുറേ നേരം അവർ നോക്കിയിടന്ന് വെച്ചാൽ അവരുടെ അപ്പനെ അടക്കിയേക്കണേ എവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. വല്ലവൻ്റെയും തലയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പതുക്കെ കണ്ണടച്ച് തിരിച്ച് പോരുകയാണ് ചെയ്തത്. ഇതാണ് അമേരിക്കയിലെ മരണത്തിലും ശവാടക്കത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുന്ന വേറൊരു ഘടകം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം അമ്മയുടെ ഉദരത്തിൽ ഉരുവായി അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞുകൂടുന്ന ഏറ്റവും ചെറിയൊരു കാലഘട്ടം, മാസങ്ങൾ മാത്രം. രണ്ടാമത്തെ കാലഘട്ടം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ ഭൂമിയാകുന്ന മാതാവിൻ്റെ മാറിടത്തിൽ വസിക്കുന്ന കുറെ കൂടെ ദീർഘമായ കാലഘട്ടം. ദൈവം തമ്പുരാൻ കരുണയോടെ പ്രവർത്തിച്ചാൽ 7-10 ഏറെയായാൽ 80. അച്ഛൻ എനിക്ക് 73 വയസ്സാകുന്നതിലുള്ള സന്തോഷത്തിലിരിക്കുക. ഈ ഒരു മിനിക്കഥ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് വായിച്ചൊരു മിനിക്കഥ ഓർക്കുകയാണ്. ആരുടെയോ ഭാവനയിലുണ്ടായൊരു കഥ. ദൈവം ആദ്യം സൃഷ്ടിച്ചത് കഴുതയാണ്. കഴുതയെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, നീ കഴുതയാകുന്നു, നിന്റെ ജീവിതകാലം മുഴുവനും ചുമട് ചുമക്കും, ചുമടാണ് നിന്റെ ജോലി, നിന്റെ ആയുസ് 60 കൊല്ലം. ഉടനെ കഴുത പറഞ്ഞു, ഈ ചുമട് ചുമക്കാൻ എന്തിനാ എനിക്ക് 60 കൊല്ലം, എനിക്കതിൻ്റെ പകുതി മതി. അങ്ങനെ ദൈവം കഴുതയ്ക്ക് 30 വർഷം ആയുസ് കൊടുത്തു. രണ്ടാമത് സൃഷ്ടിച്ചത് പട്ടിയാണ്, നായ. പട്ടിയെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, നീ പട്ടിയാവുന്നു, നിന്റെ ജോലി യജമാനൻ്റെ വീട് കാക്കുക,
വീട്ടിൽ യജമാനം വല്ലതും തന്നാൽ അതൊക്കെ തിന്ന് ജീവിക്കാം, നിൻ്റെ ആയുസ് 30 കൊല്ലം. പട്ടി പറഞ്ഞു, ഈ കാവൽ പണിക്ക് എന്തിനാ 30? എനിക്കതിൻ്റെ പകുതി മതി. അങ്ങനെ പട്ടിക്ക് 15 മതി എന്ന് പറഞ്ഞുകൊണ്ട് 15 വയസ്സ് ആയുസ് കൊടുത്തു. അവസാനം സൃഷ്ടിച്ചത് കുരങ്ങനെയാണ്. കുരങ്ങനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ കുരങ്ങാണ്, സകല വികൃതിന്ന് കാണിക്കും, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി നടക്കും, നിൻ്റെ ആയുസ് 20 കൊല്ലം. കുരങ്ങ് പറഞ്ഞു, ഈ വികൃതി കാണിച്ച് ചാടി നടക്കാൻ എന്തിന് 20 കൊല്ലം? എനിക്കതിൻ്റെ പകുതി മതി. അങ്ങനെ കുരങ്ങിന് 10 കൊടുത്തു. അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, നീയാണ് മനുഷ്യൻ, സകലത്തെയും അടക്കി ഭരിക്കുന്ന ചക്രവർത്തി, എല്ലാ വിധത്തിലുള്ള മേധാശക്തിയും നിനക്ക് തന്നിരിക്കുന്നു, സകലത്തെയും അടക്കി വാഴുന്ന ചക്രവർത്തിയായിട്ട് നീ ജീവിക്കും, നിന്റെ ആയുസ് 25 കൊല്ലം. കേട്ടപ്പോൾ മനുഷ്യന് വലിയ നിരാശയായി. എന്നെ ചക്രവർത്തിക്ക് തുല്യം സൃഷ്ടിച്ചു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ 25 കൊല്ലം തീരെ കുറവായിപ്പോയി. ആ കഴുത വേണ്ടാന്ന് പറഞ്ഞ 30, പട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞ 15, കുരങ്ങന് വേണ്ടാന്ന് പറഞ്ഞ ആ 10 കൂടെ എനിക്ക് തരികയാണെങ്കിൽ എനിക്കുള്ള 25, കഴുതാണ് 30, 55, 15, 70, 10, 80, തിരക്കേടില്ല. ദൈവം പറഞ്ഞു, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ. അങ്ങനെ മനുഷ്യന് ദൈവം ഇത്രയും ആയുസ് കൊടുത്തു. ആദ്യത്തെ 25 കൊല്ലം മനുഷ്യൻ ചക്രവർത്തിക്ക് തുല്യനാണ്. ദേ ഇരിക്കുന്നു നമ്മുടെ മുമ്പിൽ. അപ്പനും അമ്മയും കൊടുത്തില്ലെങ്കിൽ ബഹളം വെച്ച് പറഞ്ഞ കാര്യം കിട്ടാതെ ഇവർ സമ്മതിക്കുമോ? പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ഡ്രസ്സ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, സൗകര്യങ്ങളെല്ലാം ഒരുക്കണം. അവരുടെ കാര്യം നോക്കിയില്ലെങ്കിൽ, അത് ശരിയായി കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ചക്രവർത്തിയല്ലേ. എൻ്റെ മകൻ്റെ കുട്ടി എൻ്റെ മടി കയറിയിരുന്ന് എൻ്റെ കവിളത്തേക്ക് അടിച്ചിട്ടുണ്ട്, തിരിച്ചടിക്കാൻ പറ്റുമോ? അവൻ ചക്രവർത്തിയാണ്. അപ്പോൾ ആദ്യത്തെ 25 കൊല്ലം മനുഷ്യൻ ചക്രവർത്തിക്ക് തുല്യമായിട്ട് ജീവിക്കുക. 25 കഴിയുമ്പോൾ മിക്കവാറും കല്യാണം നടക്കും. പിന്നെ ഉള്ളതൊരു 30 കൊല്ലം കഴുതയുടെയാണ്. അച്ചായി വലിയ ചിരിയൊക്കെ ചിരിക്കുന്ന പാർട്ടി കഴുതയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, വീടുണ്ടാക്കാൻ വേണ്ടി എന്ന് വേണ്ട ഈ കഷ്ടതയും പ്രയാസമൊക്കെ അച്ഛനും ആ കാര്യത്തിൽ വ്യത്യസ്തമാണ്. കഴുതയുടെ 30 കൊല്ലം. അവിടെ നിന്നൊക്കെ ഇടയനാലച്ചൻ രക്ഷപ്പെട്ട് കഴിഞ്ഞു. അടുത്തതേതാ? പട്ടിയുടെ 15 കൊല്ലം. 55, 30, 25, 55 ആകുമ്പോൾ നാട്ടിലൊക്കെ പെൻഷനാവും. പെൻഷൻ പറ്റിയാൽ പിന്നെ ബേബി സിറ്ററാണ്. വീട്ടിൽ കുട്ടികളെ നോക്കുക, അവരെന്തെങ്കിലുമൊക്കെ തന്നെങ്കിൽ കഴിക്കുക. അവിടെ നിന്നും ഇടയനാലച്ചൻ രക്ഷപ്പെട്ടു. ഇനി അവസാനത്തെ കുരങ്ങൻ്റെ 10 കൊല്ലമാണ്. ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക് ചാടും, സകല വികൃതിയും കാണിക്കും. അതാണല്ലോ കുരങ്ങൻ. എനിക്ക് 2 ആൺമക്കളാണ്. അപ്പോൾ മൂത്തവൻ പറയും, ഒരു മാസം അനിയൻ്റെ വീട്ടിൽ താമസിക്കുക, പിന്നെ അടുത്ത മാസം എൻ്റെ വീട്ടിൽ താമസിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി നടക്കേണ്ട കാലം വരുന്നതാണ് മിക്കവാറും കുരങ്ങൻ്റെ 10 കൊല്ലം. ജീവിതത്തെക്കുറിച്ച് ആരോ ഇങ്ങനെ ഒരു മിനിക്കഥ എഴുതിയത് ഞാൻ വായിച്ചു തോർക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിലെ 2ാമത്തെ കാലഘട്ടം താരതമ്യേന വലുതാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടം. 3ാമത്തെ കാലഘട്ടമുണ്ട് മനുഷ്യന്, മൃഗത്തിനതില്ല. ആ 3ാമത്തെ കാലഘട്ടം ഈ ഭൂമിയിൽ നിന്ന് കടന്ന് തിരശ്ശീലയ്ക്കപ്പുറത്ത് ജീവിക്കുന്ന നിത്യതയുടെ കാലഘട്ടം. ഇന്ന് നാം ഓർത്ത അഭിമന്യ തിരുമേനി 3ാമത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു. ഞാനും നിങ്ങളുമൊക്കെ ഈ 2ാമത്തെ കാലഘട്ടത്തിലാണ്. 1ാമത്തെ കാലഘട്ടം കഴിഞ്ഞ് 2ാമത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. ഇനി നമുക്ക് കടക്കേണ്ടത് 3ാമത്തെ കാലഘട്ടത്തിലേക്കാണ്. ഇവിടെ ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കാനുള്ളത്. 1ാമത്തെ കാലഘട്ടത്തിൽ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ
ഈ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ നമുക്ക് വേണമായിരുന്നു. ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കിടപ്പ് കണ്ട ദയനീയമായൊരു കിടപ്പല്ലേ. കൈയും കാലുമൊക്കെ കൂച്ചി കെട്ടി മടക്കി ഒടിച്ച് മടക്കി വെച്ചിരിക്കുകയാണ്. എന്തോ ഒരു അസൗകര്യ. വാസ്തുവിൽ അവിടെ കാലിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ നടപ്പില്ല, ജോലിയില്ല, കണ്ണും മൂക്കും ഒന്നും ആവശ്യമില്ല, എല്ലാം അമ്മയിൽ നിന്ന് കിട്ടും. പക്ഷേ ദൈവം അവിടെ വെച്ച് അത് കുഞ്ഞിന് കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അവിടെ നിന്ന് പുറത്തിറങ്ങി ഇവിടെ ജീവിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഈ രണ്ടാമത്തെ ജീവിത കാലഘട്ടത്തിലേക്ക് വേണ്ടത് ഒന്നാമത്തെ ജീവിത അനുഭവ സമയത്ത് തന്നെ ദൈവം കൊടുക്കുകയാണ്. അവിടെ വെച്ച് ഒരു കുഞ്ഞിത് വേണ്ടാന്ന് പറഞ്ഞാൽ പുറത്തു വരുമ്പോൾ കയ്യും കാലും ഇല്ലാണ്ടാ വരുന്നെങ്കിൽ എന്താ ആ കുഞ്ഞിൻ്റെ രൂപം? ആർക്കാണ് അതിന് വേണ്ടത്? നാം ആലോചിക്കാറുണ്ടോ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ശരിക്കും കേൾക്കണം, രണ്ടാമത്തെ ജീവിത കാലഘട്ടമാകുന്ന ഈ ഭൂമിയിലെ വാസക്കാലത്ത് തന്നെ മൂന്നാമത്തെ ജീവിതകാലത്തേക്കുള്ളത് നാം നേടിയിരിക്കണം. ഒന്നാമത്തെ അവസ്ഥയിൽ രണ്ടാമത്തെ അവസ്ഥയ്ക്ക് വേണ്ടതെല്ലാം നേടുന്നത് പോലെ രണ്ടാമത്തെ ജീവിത കാലഘട്ടത്തിൽ മൂന്നാമത്തെ ജീവിതത്തിലേക്ക് വേണ്ടതെല്ലാം നേടിയിരിക്കണം. നിത്യജീവന്റെ ആഹാരം ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കണം. നിത്യജീവന്റെ വഴിയിൽ